ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉൺട്രൻ ബാരെ വെർബൻ എന്താണെന്ന് നോക്കാം. ഉൺട്രൻ ബാരെ വെർബനെ നമ്മൾ ഇംഗ്ലീഷ് ഇൻസെപ്പറബിൾ വേർബ്സ് എന്നാണ് പറയുന്നത്. ഇൻസെപ്പറബിൾ വേർബ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ വെർബിൽ നിന്ന് അതിന്റെ പ്രീഫിക്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത വേർബ്സ്. നമ്മൾ ട്രെൻ ബാരെ വെർബൻ പഠിച്ചു. ട്രെൻ ബാരെ വെർബൻ എങ്ങനെയായിരുന്നു? അത് നമ്മൾ സെന്റൻസിൽ വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? പ്രീഫിക്സിനെ സഫിക്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെന്റൻസിൽ എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഉൺട്രൻ ബാരെ വെർബിന് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള വെർബിനെയാണ് ഉൺട്രൻ ബാരെ അല്ലെങ്കിൽ ഇൻസെപ്പറബിൾ വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. Prefix never separates from the main verb. Prefix stays attached to the verb in all tenses. ഏത് ടെൻസ് വന്നാലും പ്രീഫിക്സ് എപ്പോഴും എങ്ങനെയാണ്? മെയിൻ വെർബിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തന്നെ ഇരിക്കും. ഡസ് നോട്ട് മൂവ് ടു ദി എൻഡ് ഓഫ് ദി സെന്റൻസ്. നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ഒരിക്കലും ട്രെൻ ബാരെ വെർബിനെ പോലെ എന്താണ് പ്രീഫിക്സ് സെന്റൻസിന്റെ ലാസ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവത്തില്ല. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻസെപ്പറബിൾ വേർബ്സ് അല്ലെങ്കിൽ ഉൺട്രൻ ബാരെ വേർബ്സ് നമുക്ക് നോക്കാം. ബെസൂക്കൻ ടു വിസിറ്റ്, ബെസാലൻ ടു പേ, എംഫെലൻ ടു റെക്കമെൻഡ്, entdecken to discover, entscheiden to decide, erklären to explain, erreichen to reach അല്ലെങ്കിൽ to achieve, gehören to belong, missverstehen to misunderstand, verkaufen to sell, verstehen to understand, zerstören to destroy. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇൻസെപ്പറബിൾ വേർബ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസെപ്പറബിൾ വേർബ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് സെന്റൻസിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരും. പക്ഷെ സബ്ജക്റ്റിന്റെ അനുസരിച്ച് അതിനെ കോൺജുഗേറ്റ് ചെയ്തായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇവിടെ നോക്കിക്കേ. Ich verstehe die Frage. I understand the question. Sie bekommt ein Geschenk. She receives a gift. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം.